നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. മറ്റത്തൂരിലെ പ്രകൃതി രമണീയമായ കുഞ്ഞാലിപ്പാറ പ്രദേശത്ത് നടപ്പാക്കുന്ന ടൂറിസം പദ്ധതിയുടെ പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു. ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ RC പ്രേംദാസിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘമാണ് വ്യാഴാഴ്ച കുഞ്ഞാലിപ്പാറ സന്ദർശിച്ചത്. ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ ഡെസ്റ്റിനേഷൻ ചലഞ്ചിൽ ഉൾപ്പെടുത്തിയാണ് കുഞ്ഞാലിപ്പാറയിൽ വിനോദസഞ്ചാര കേന്ദ്രം ഒരുക്കുന്നത്. എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പരിധിയിലും ഒരു വിനോദസഞ്ചാര കേന്ദ്രം വീതം വികസിപ്പിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച പദ്ധതിയാണ് ഡെസ്റ്റിനേഷൻ ചലഞ്ച്. ഇതിനാവശ്യമായ ചെലവ് ടൂറിസം വകുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സംയുക്തമായി വഹിക്കുന്ന രീതിയിലാണ് ഈ പദ്ധതി രൂപപ്പെടുത്തിയിട്ടുള്ളത്. ഇതനുസരിച്ച് കുഞ്ഞാലിപ്പാറ ടൂറിസം പ്രൊജക്ടിന് ആവശ്യമായ തുക മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തും DTPCയും സംയുക്തമായി ചെലവഴിക്കും. പദ്ധതിക്കായി നേരത്തെ മറ്റത്തൂർ പഞ്ചായത്ത് തയ്യാറാക്കിയ കരട് പദ്ധതിയിൽ ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് ഇപ്പോൾ കുഞ്ഞാലിപ്പാറ ടൂറിസം നടപ്പാക്കാൻ ഒരുങ്ങുന്നതെന്ന് ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ RC പ്രേംദാസ് പറഞ്ഞു. കുഞ്ഞാലിപ്പാറയിൽ എത്തുന്ന സഞ്ചാരികൾക്ക് ആവശ്യമായ ഇരിപ്പിടങ്ങൾ, വിളക്കുകൾ, മറ്റടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയാണ് ആദ്യഘട്ടത്തിൽ ഇവിടെ ഏർപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. ഇതിനായി 1 കോടി രൂപയോളം ചെലവ് വരുന്ന പദ്ധതിയുടെ കരട് രൂപം തയ്യാറാക്കി ഉടൻ ജില്ലാ കളക്ടർക്ക് സമർപ്പിക്കുമെന്നും കളക്ടറുടെ അംഗീകാരം ലഭിച്ചാൽ ഈ മാസം 31-നകം വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കുമെന്നും അനുമതി ലഭിച്ചാൽ 2 മാസങ്ങൾക്കകം പദ്ധതിയുടെ നിർമ്മാണ ജോലികൾ ആരംഭിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നും DTPC ഡെപ്യൂട്ടി ഡയറക്ടർ പറഞ്ഞു. DTPC സെക്രട്ടറി C വിജയരാജ്, C എർത്ത് ആർക്കിടെക്ട് CP സുനിൽ എന്നിവരടക്കമുള്ളവരും കുഞ്ഞാലിപ്പാറ സന്ദർശിച്ച സംഘത്തിലുണ്ടായിരുന്നു. ഏറെക്കാലമായി മറ്റത്തൂരിലെ ജനങ്ങൾ കാത്തിരിക്കുന്ന സ്വപ്ന പദ്ധതിയാണ് കുഞ്ഞാലിപ്പാറ ടൂറിസം എന്നും നാടിന് ഉണർവേകുന്ന മികച്ച പദ്ധതിയായി ഇത് മാറുമെന്നും കുഞ്ഞാലിപ്പാറ ഉൾപ്പെടുന്ന വാർഡിലെ പഞ്ചായത്ത് അംഗം MS സുമേഷ് പറഞ്ഞു. പ്രദേശത്തിന്റെ പാരിസ്ഥിതിക പ്രാധാന്യം സംരക്ഷിക്കുന്നതിനൊപ്പം ജില്ലയിലെ മികച്ച വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നായി കുഞ്ഞാലിപ്പാറയെ വികസിപ്പിച്ചെടുക്കാനാവുമെന്ന പ്രതീക്ഷയാണുള്ളത്. മറ്റത്തൂർക്കുന്ന് സെന്ററിൽ റോഡ് സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് നടത്തി. എമർജൻസി ഫസ്റ്റ് എയ്ഡ് സഹായം നൽകുന്നതിന്റെ ഭാഗമായിട്ടാണ് പഞ്ചായത്ത് അംഗം KS ബിജുവിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. കൊടകര ജനമൈത്രി പോലീസ് SI സജു പൗലോസ്, റൈറ്റർ GASI സുനിൽകുമാർ എന്നിവർ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങളെക്കുറിച്ചും മറ്റത്തൂർക്കുന്ന് ജനകീയ ആരോഗ്യ കേന്ദ്രത്തിലെ JPHN ഷീജ അപകടമുണ്ടായാൽ പ്രഥമ ശുശ്രൂഷ എങ്ങനെ നൽകണമെന്നും എന്നതിനെ പറ്റിയും ക്ലാസ് എടുത്തു. നന്ദകുമാർ ആനങ്കേണ്ടത്ത് പ്രസംഗിച്ചു. റോഡ് സുരക്ഷാ നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിയ നോട്ടീസിന്റെ വിതരണവും നടത്തി. അപകടം നടക്കുന്ന അടിയന്തര സാഹചര്യത്തിൽ പ്രഥമ ശുശ്രൂഷ നൽകുന്നതിനായി മറ്റത്തൂർക്കുന്ന് സെന്ററിൽ ഫസ്റ്റ് എയ്ഡ് സ്ഥാപിച്ചു. UK-യിൽ ജോലി ശരിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് എടവിലങ്ങ് സ്വദേശികളായ 3 പേരിൽ നിന്നായി 6.5 ലക്ഷം രൂപ തട്ടിയെടുത്ത പ്രതി അറസ്റ്റിൽ. എടവിലങ്ങ് കാര പുതിയ റോഡ് സ്വദേശിനി ചള്ളിയിൽ വീട്ടിൽ 29 വയസ്സുള്ള ശ്യാമളയാണ് അറസ്റ്റിലായത്. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ BK അരുൺ, സബ് SIമാരായ K സാലിം, കശ്യപൻ, ഷാബു, ASIമാരായ രാജീവ്, അസ്മാബി എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. സംസ്ഥാനത്ത് റെക്കോർഡ് തിരുത്തി സ്വർണ്ണവിലയുടെ കുതിപ്പ് തുടരുന്നു. ഇന്ന് ഒറ്റയടിക്ക് 560 രൂപ വർദ്ധിച്ച് 1 പവൻ സ്വർണത്തിന് 75,760 രൂപയായി വില. ഗ്രാമിന് ആനുപാതികമായി 70 രൂപയാണ് വർദ്ധിച്ചത്. 9,470 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില.
കഴിഞ്ഞ മാസം 23-ന് 75,000 കടന്ന റെക്കോർഡിട്ട സ്വർണ്ണവില പിന്നീടുള്ള ദിവസങ്ങളിൽ താഴുന്ന കാഴ്ചയാണ് ദൃശ്യമായത്. 74,000-ൽ താഴെ പോയ സ്വർണ്ണവില കഴിഞ്ഞ ദിവസം മുതലാണ് വീണ്ടും ഉയരാൻ തുടങ്ങിയത്. ഈ മാസം തുടക്കത്തിൽ 73,200 രൂപയായിരുന്നു സ്വർണ്ണവില. ഒരാഴ്ചക്കിടെ 2,500 രൂപയിലധികമാണ് വില കൂടിയത്. മഴക്കാലമായാൽ നല്ല ഒരു മഴ കൊണ്ട് തന്നെ വെള്ളക്കെട്ടിലാകുന്ന പ്രദേശമാണ് തൃക്കൂർ പഞ്ചായത്തിലെ പള്ളം നഗർ. വർഷങ്ങളായി പരാതി പറഞ്ഞ് മടുത്തിട്ടും ഇപ്പോഴും ഇവിടുത്തെ ജനങ്ങൾക്ക് വെള്ളക്കെട്ടിൽ നിന്നും മോചനം ലഭിച്ചിട്ടില്ല. എല്ലാ മഴക്കാലത്തും തൃക്കൂർ പഞ്ചായത്തിലെ പള്ളം പ്രദേശം വെള്ളത്തിൽ മുങ്ങാറുണ്ട്. വഴിപാട് കണക്കെ ഉദ്യോഗസ്ഥരെത്തി താമസക്കാരെ സമീപത്തെ പാലക്കപ്പറമ്പ് സ്കൂളിലേക്ക് മാറ്റിപ്പാർപ്പിക്കും. വെള്ളം ഇറങ്ങുന്നതുവരെ ഈ ദുരിതാശ്വാസ ക്യാമ്പ് മാത്രമാണ് ശരണം. ചിലപ്പോൾ 1-2 ദിവസം, അല്ലെങ്കിൽ ആഴ്ചകളോളം ഇവിടെ കഴിയണം. കഴിഞ്ഞ ദിവസം ഏതാനും മണിക്കൂറുകൾ നീണ്ടുനിന്ന ശക്തമായ മഴയിൽ പ്രദേശം വെള്ളത്തിൽ മുങ്ങി. കുട്ടികളും വയോധികരും രോഗികളുമായവരെ പതിവ് പല്ലവി പോലെ പാലക്കപ്പറമ്പ് സ്കൂളിലെ ക്യാമ്പിലേക്ക് മാറ്റുകയായിരുന്നു. പിന്നീട് മാനം തെളിഞ്ഞ് പ്രദേശത്തെ വെള്ളക്കെട്ടൊഴിഞ്ഞപ്പോൾ വീടുകളിലെത്തി ശുചീകരണം നടത്തി താമസയോഗ്യമാക്കുകയാണ് ഇവർ. മണലിപ്പുഴയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്ത് SC വിഭാഗങ്ങളിൽപ്പെട്ട 20ഓളം വീടുകളുണ്ട്. എല്ലാ വർഷവും മഴക്കാലമായാൽ വീടുകളിൽ വെള്ളം കയറി ബന്ധുവീടുകളിലേക്കും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കും മാറി താമസിക്കേണ്ട ഗതികേടാണ് പ്രദേശത്തുള്ളവർക്ക്. വെള്ളം കയറും, പിന്നെ അപ്പുറത്ത് പുഴ, പിന്നെ ഇവിടെ മണ്ണും കുഴി, ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഞങ്ങൾക്ക് ഒരു നിർഭാഗമില്ല. എല്ലാവർക്കും ഇങ്ങനെ തന്നെ. ഇപ്പം ഞങ്ങൾക്ക് തന്നെ അല്ല, എല്ലാവർക്കും ഇത് തന്നെ. ഇവിടെ നിന്നുള്ള ആൾക്കാർക്കൊക്കെ എല്ലാവർക്കും ഇത് തന്നെയാണ് സ്ഥിതി. ഞങ്ങളെല്ലാ ഈ അവസ്ഥകൾ വരുമ്പോൾ ഞങ്ങൾ ഈ സ്കൂളിലാണ് പോയി കിടക്കാറ്. കുട്ടികളെയും എല്ലാവരും കൂടി ഞങ്ങൾ അവിടെ ചെന്ന് കിടക്കും. ഞങ്ങൾക്ക് എന്തായാലും വേണ്ടില്ല, ഞങ്ങൾക്ക് ഈ വെള്ളം ഒന്ന് എന്തെങ്കിലും ചെയ്ത് ഞങ്ങൾക്ക് ഈ ഭാഗം ഒന്ന് ഇതായി കിട്ടിയാൽ മതി. വേറെ ഒന്നും ഞങ്ങൾക്ക് ഇതില്ല. അളഗപ്പ നഗർ പഞ്ചായത്തിൽപ്പെട്ട കല്ലൂർ പാലം തോടിന്റെ ഒരു വശത്തെ ബണ്ട് ഭാഗികമായി തകർന്ന് ഒഴുകിവരുന്ന വെള്ളമാണ് പ്രദേശത്തെ വെള്ളക്കെട്ടിന് കാരണമായി നാട്ടുകാർ പറയുന്നത്. കളക്ടറേറ്റിൽ പരാതി നൽകിയതിന്റെ ഭാഗമായി കല്ലൂർ പാടം തോടിന്റെ തകർന്ന ഭാഗം കെട്ടി സംരക്ഷിക്കാൻ നഗരസഞ്ചയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അളഗപ്പ നഗർ പഞ്ചായത്തിന് 75 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. തുടർന്ന് അളഗപ്പ നഗർ പഞ്ചായത്ത് പണികൾ ആരംഭിച്ചപ്പോൾ തോടിന്റെ ബണ്ട് തകർന്ന ഭാഗം കെട്ടി സംരക്ഷിക്കുന്നതിന് പകരം മറുവശമാണ് സംരക്ഷണ ഭിത്തി പണി തീർത്തത്. മാത്രമല്ല, പദ്ധതി പ്രദേശത്ത് നിന്ന് എടുത്ത മണ്ണ് തോട്ടിൽ തന്നെ കുന്നുകൂട്ടി നിക്ഷേപിച്ച നിലയിലാണ്. ഇത് തോട്ടിലൂടെയുള്ള വെള്ളത്തിന്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുകയാണ്. ഞങ്ങളിവിടെ ഒരു 19 വീടുണ്ട് ഈ പള്ളം കോളനിയിൽ. ആ കോളനിക്കാർക്ക് എല്ലാ കൊല്ലം 18 വലിയ ഇത് വന്നല്ല, അതിപ്പിന് ഇങ്ങോട്ട് എല്ലാ വർഷവും വെള്ളം കയറുക. ഞങ്ങൾക്ക് പുഴയൊന്നും തേട്ടും അവിടെ നിന്ന് ആ തോട്ടിൽ നിന്നും തേട്ടി ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല. ഭയങ്കര വെള്ളത്തുണ്ട്. വീടുകൾക്ക് ഭീഷണി, ആൾക്കാർക്ക് പിന്നെ കുഴപ്പമില്ല, നമ്മൾ ക്യാമ്പിൽ പോകുന്നുണ്ട്. ഈ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ വീടുകളിൽ താമസിക്കണ്ടേ, എന്തുറപ്പ് നമുക്കുള്ളത്. അപ്പൊ അതിന്റെ പേരിൽ നമ്മൾ പല പ്രാവശ്യം പഞ്ചായത്തിൽ പോയി പരാതി പറഞ്ഞിട്ടുണ്ട്. ഈ ഭാഗം ആ കനാൽ നമുക്ക് കെട്ടിത്തരണം. അപ്പൊ അവിടെ നിന്നുള്ള വെള്ളം നേരെ പോകുമ്പോൾ ഇങ്ങോട്ട് വരില്ല. ഇത് ഈ കുഴി ഭാഗമായി കാരണം എല്ലാ വെള്ളം ഇവിടെ വന്ന് തൂങ്ങുന്നത്. അപ്പൊ അതുകൊണ്ട് അതൊന്ന് കെട്ടി നമ്മളുടെ വെള്ളത്തിൽ നിന്ന് ഒരു സുരക്ഷത ഞങ്ങൾക്ക് തേടിത്തരും. ഇത് സംബന്ധിച്ച് മഴ എത്തുന്നതിന് മുൻപേ പലതവണ NCTV വാർത്ത നൽകുകയും അധികൃതരുടെ മുൻപിൽ പള്ളം നിവാസികളുടെ പ്രശ്നങ്ങൾ എത്തിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ സാധാരണക്കാരുടെ പ്രശ്നം നിരന്തരം അവഗണിക്കുന്ന അളഗപ്പ നഗർ തൃക്കൂർ പഞ്ചായത്തുകൾ ഇതും ഗൗരവത്തിലെടുത്തില്ല. പ്രദേശത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് മണലിപ്പുഴയിലേക്കുള്ള ഭാഗത്ത് ചണ്ടിയും കുളവാഴയും പൊന്തക്കാടുകളും നിറഞ്ഞ് ഒഴുക്ക് തടസ്സപ്പെട്ടത് എത്രയും വേഗം നീക്കം ചെയ്യണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നു. ഒരു വീട് കണ്ടില്ലേ, ഈ വീടിന് 5 അടിക്ക് വെള്ളം കയറി. ഇപ്പോഴല്ല, കഴിഞ്ഞ വർഷം 10 അടിക്ക് 2015 വെള്ളം കയറി. ഇതിനൊക്കെ ഒന്നും വീടുകൾ കണ്ടില്ലേ, ഒക്കെ മോശമായിട്ട് നിൽക്കാണ്. ഒരു സഹായം ആർക്കും ഇല്ല. ഞങ്ങൾക്ക് കാര്യം ചെയ്യുന്നത് നാളെപാല തോട് വൃത്തിയാക്കുക, തോടിൻ്റെ ആ ഭാഗത്തെ പട്ടിൽ വീണത് വൃത്തിയാക്കുക. അപ്പം ഞങ്ങൾക്ക് കുറേ മാറ്റം കിട്ടും. എപ്പോഴും കുട്ടിയും മക്കളെയും വയസ്സായ ആൾക്കാരെയും കൊണ്ടുപോയി ഞങ്ങൾ ക്യാമ്പിലേക്ക് ഓടാണ്. വെള്ളം കയറി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വണ്ടി വരില്ല. ഒരു വയ്യാത്ത ആൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒരു ആംബുലൻസ് പോവില്ല, അല്ലാതെ ഏറ്റിക്കൊണ്ട് പോകണം. അങ്ങനത്തെ സ്ഥിതിയാണ്. അതിനൊരു മേൽഗതി ഉണ്ടാവണം. കാലങ്ങളായി അനുഭവിച്ചു വരുന്ന ഈ ദുരിതത്തിന് അറുതി വരുത്താൻ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച നേതാക്കളോ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരോ ശ്രമിക്കുന്നില്ലെന്നാണ് ഇവരുടെ പരാതി. മാനത്ത് കാർമേഘം ഇരുണ്ടുകൂടുമ്പോൾ തൃക്കൂർ പഞ്ചായത്തിലെ പള്ളം നഗർ നിവാസികളുടെ നെഞ്ചിൽ ആധി ഉയരും. മഴ കനത്ത് വെള്ളം കയറിയാൽ
ഈ പ്രദേശം തീർത്തും ഒറ്റപ്പെടും. പിന്നെ കയ്യിൽ കിട്ടിയ ചട്ടിയും കലവും എടുത്ത് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറുക മാത്രമാണ് ഏക പോംവഴി. വർഷങ്ങളായി തുടരുന്ന ഈ ദുരിതത്തിന് ഒരു ശാശ്വത പരിഹാരം തേടുകയാണ് പള്ളം നഗർ നിവാസികൾ. ക്യാമറാമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. ഇനി കാലാവസ്ഥ. കൂടിയ താപനില 28 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 9,450 രൂപയും പവന് 75,360 രൂപയും രേഖപ്പെടുത്തി. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.